ഓൾ വെൽക്കം ടു ഷെഡ്യൂളിംഗ് PSC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഭരണഘടനയുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് സ്റ്റഡീവിൻ PSC ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫൈനൽ ആൻസർ കീ വെച്ച് മാർക്ക് ചെയ്ത് ഒരു PDF നൽകുന്നുണ്ട്. അതിനൊരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ, 100 രൂപയെ ഫീസുള്ളൂ. ഇതുവരെ നടന്ന എല്ലാ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫൈനൽ ആൻസർ കീ വെച്ച് മാർക്ക് ചെയ്തതാണ്. അത് ഏപ്രിൽ 10 മുതൽ കൊടുത്തു തുടങ്ങും. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡീവിൻ PSCയുടെ മെയിൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുവഴി എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കുക കേട്ടോ. താല്പര്യമുള്ളവർക്ക് അങ്ങനെ അത് വാങ്ങിക്കാം. പിന്നെ സ്റ്റഡീവിൻ PSCയുടെ മെയിൻ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് കുറേ നോട്ട്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ, ഒത്തിരി ഇല്ല, എന്നാലും കുറച്ച് നോട്ട്സുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡീവിൻ PSCയുടെ മെയിൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, സ്റ്റഡീവിൻ PSC 2026 നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു Q&A ബാച്ച് കോഴ്സാണ്. Q&A ബാച്ച് കോഴ്സ് എന്ന് വെച്ചാൽ അവിടെ ക്ലാസ്സുകളില്ല, പക്ഷേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പോളായിട്ട് കൊടുക്കും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും 40 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പോളായിട്ടായിരിക്കും അവിടെ കിട്ടുന്നത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് പോളായിട്ട്. അപ്പോൾ അതിൻ്റെ ഫീസ് വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ, 250 രൂപ. നിങ്ങൾക്ക് പരീക്ഷ തീരുന്നത് വരെ അവിടെ ഈ കോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ സ്റ്റഡീവിൻ PSCയുടെ മെയിൻ ടെലഗ്രാം ചാനൽ വഴി എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ PDF-നാണെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ PYQൻ്റെ PDF-നാണെങ്കിൽ 100 രൂപയുള്ളൂ. അതുപോലെ 10th പ്രിലിംസിൻ്റെ കോഴ്സിനാണെങ്കിൽ 250 രൂപയെ ഫീസുള്ളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. തന്നിരിക്കുന്നവയിൽ നിന്ന് ഓർഡിനൻസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. തന്നിരിക്കുന്നവയിൽ നിന്ന് ഓർഡിനൻസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 213. 6 മാസമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി. കാലാവധിക്ക് മുമ്പ് ഓർഡിനൻസ് പിൻവലിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓർഡിനൻസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 213. 6 മാസമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി. കാലാവധിക്ക് മുൻപ് ഓർഡിനൻസ് പിൻവലിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സക്കീർ ഹുസൈൻ. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? സക്കീർ ഹുസൈൻ. സംസ്ഥാന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏത് ശിക്ഷയും നിർത്തിവെക്കാനോ ഇളവ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 161. സംസ്ഥാന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏത് ശിക്ഷയും നിർത്തിവയ്ക്കാനോ ഇളവ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 161. 1919 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, VV ഗിരി. 1919 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തി ആരാണ്? VV ഗിരി.
ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ആസാം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ, ഹൈദരാബാദ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ഡാഷിൻ്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. ഓപ്ഷൻ ബി, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ഡാഷിൻ്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഏതിൻ്റെയാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടാത്ത വ്യവസ്ഥകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2, 3. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടാത്ത വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടാത്ത വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു. ഇനി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഭരണ വിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിച്ചു. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഭരണ വിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിച്ചു. ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 23. ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഡിസംബർ 23. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രിയുടെ ശമ്പളം തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി, പാർലമെന്റ്. പ്രധാനമന്ത്രിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന്? ഓപ്ഷൻ ബി, 1991 മെയ് 21. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ്? 1991 മെയ് 21. ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 110001. ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണ്? 110001. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ചോദിക്കേണ്ട രീതിയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷന് 3 മാത്രം തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ചോദിക്കേണ്ട രീതിയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? അപേക്ഷ നൽകിയതിൻ്റെ കാരണം അപേക്ഷകനോട് ചോദിക്കാം. അതാണ് തെറ്റായ കാര്യം. ഈ വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ചോദിക്കേണ്ട രീതിയിൽ തെറ്റായത്, അങ്ങനെ ഉൾപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് അപേക്ഷ നൽകിയതിൻ്റെ കാരണം അപേക്ഷകനോട് ചോദിക്കാം എന്നുള്ളതാണ് തെറ്റ്. ബാക്കിയെല്ലാം ഇവിടെ ശരിയാണ്. അതായത് വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ചോദിക്കേണ്ട രീതിയിൽ ഉൾപ്പെടുന്നവയാണ് ഈ 1, 2, 4 പ്രസ്താവനകൾ. അതേതെല്ലാമാണെന്ന് നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ചോദിക്കേണ്ട രീതിയിൽ ഉൾപ്പെടുന്നവ: ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശികമായ ഔദ്യോഗിക ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപേക്ഷ ഒരു വെള്ളക്കടലാസിൽ എഴുതി നൽകിയാൽ മതിയാകും. അപേക്ഷകനുമായി ആശയവിനിമയം നടത്തുന്നതിന് മേൽവിലാസം ആവശ്യപ്പെടാം. ഓർത്തു വെച്ചോണം, വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ചോദിക്കേണ്ട രീതിയിൽ ഉൾപ്പെടുന്നവ ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശികമായ ഔദ്യോഗിക ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഓർത്തു വെച്ചോണേ, എങ്ങനെയാണ്?
ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശികമായ ഔദ്യോഗിക ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപേക്ഷ ഒരു വെള്ളക്കടലാസിൽ എഴുതി നൽകിയാൽ മതിയാകും. അപേക്ഷകനുമായി ആശയവിനിമയം നടത്തുന്നതിന് മേൽവിലാസം ആവശ്യപ്പെടാം. ഓക്കെ. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി 2006, 2019. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 2006, 2019. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടാകണം എന്നതാണ്. ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടാകണം എന്നതാണ്. ഇതാരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 തെറ്റ്. അപ്പം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ഈ കൊടുത്തിരിക്കുന്ന 3 ഏതൊക്കെയാണ്? ഭേദഗതി ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായും പ്രസിഡന്റിനാണ്. ഭേദഗതി ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായും രാജ്യസഭയ്ക്കാണ്. ഭേദഗതി ചെയ്യാനുള്ള അധികാരം മന്ത്രിസഭയ്ക്കാണ്. ഓക്കെ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഓക്കെ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത്? ഓപ്ഷൻ ഡി ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേതാണ്? ഇന്ത്യ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ഇതെല്ലാം ശരിയാണ്. അതായത് അഭയമന്ദിരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 6. പരാതിക്കാരിക്കുള്ള ചികിത്സാ സഹായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 7. ആകെ അധ്യായങ്ങളുടെ എണ്ണം 5 ആണ്. ആകെ വകുപ്പുകളുടെ എണ്ണം 37. അപ്പോൾ എന്താണ്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? അഭയമന്ദിരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 6. പരാതിക്കാരിക്കുള്ള ചികിത്സാ സഹായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 7. ആകെ അധ്യായങ്ങളുടെ എണ്ണം 5. ആകെ വകുപ്പുകളുടെ എണ്ണം 37. 1ാം കേരള നിയമസഭയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എല്ലാം ഉൾപ്പെടും. അപ്പോൾ ഈ തന്നിരിക്കുന്നവയെല്ലാം 1ാം കേരള നിയമസഭയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ലോകത്തിലെ 2ാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോൾ 1ാം കേരള നിയമസഭയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവ, 1ാം കേരള നിയമസഭയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ലോകത്തിലെ 2ാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ 54. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 54. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2012. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012. ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ആംനസ്റ്റി ഇന്റർനാഷണൽ നിലവിൽ വന്നത് 1961 ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്.
ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ ആണ്. ആപ്തവാക്യം ഇരുട്ടിനെ പഠിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. അപ്പോൾ ആംനെസ്റ്റി ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നിലവിൽ വന്നത് 1961, ആസ്ഥാനം ലണ്ടൻ, സ്ഥാപകൻ പീറ്റർ ബെനൻസൺ, ആപ്തവാക്യം ഇരുട്ടിനെ പഠിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്